ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി എങ്ങനെയെങ്കിലും മയക്കിക്കെടുത്തിട്ട് ആ ഫോണൊന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതി നോക്കിയ തന്ത്രം വീണ്ടും അങ്ങ് പാളിപ്പോവാണ്. ശ്രുതി പാലിൽ ഉറക്കമരുന്ന് കലക്കി വെച്ചുവെങ്കിലും സച്ചി ആ ഒരു പാല് കുടിക്കുന്നില്ല. പകരം അബദ്ധത്തോടു കൂടി തന്നെ ആ പാലെടുത്ത് കുടിക്കുന്നത് ശ്രുതിയായിരിക്കും. പാലും കുടിച്ച് ശ്രുതി അങ്ങ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ശ്രുതിയുടെ പ്ലാനെല്ലാം അവിടെ അങ്ങ് പാളിപ്പോവും. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ ഷോപ്പായിരിക്കും. കടയിലേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവന് സ്റ്റാഫിനെ വിളിച്ച് പറയുന്നുണ്ട്, എടാ നമ്മുടെ ഷോപ്പിലേക്ക് കുറെ പേര് വന്നിട്ടുണ്ട്, കുറെ സാധനങ്ങളൊക്കെ വിറ്റുപോവാതിരിക്കല്ലേ, വന്നവർക്കൊക്കെ എല്ലാ പ്രൊഡക്ട്സും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നൊക്കെ പറയും. അപ്പോഴാണ് 4-5 പേര് കടയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറി വരുന്നത്. അവരുടെയൊക്കെ പിന്നിലായിട്ട് നമ്മുടെ പൈലിയും നിൽക്കുന്നുണ്ടായിരിക്കും. തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട്. ഇതൊക്കെ കണ്ടപ്പോ ശ്രുതി ആകെ അമ്പരന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ ഇത് പൈലിയല്ലേ, ഇവനെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതല്ലേ, എന്നിട്ട് ഇവൻ എന്തിനാ പിന്നെയും ഇങ്ങോട്ടേക്ക് വരുന്നത്? അന്നേരം സ്റ്റാഫ് പേടിച്ചിട്ട് പറയും, സാറേ അത് പൈലിയുടെ ആളുകളാണെന്ന് തോന്നുന്നു, ഞങ്ങളൊന്ന് പുറകേട്ട് മാറി നിൽക്കട്ടെ എന്ന് പറയും. പൈലിയുടെ കൂടെ വന്ന ഗുണ്ടകളെ പോലെയുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നത്, ആരാടാ ഈ കടയുടെ ഓണർ എന്ന്. പൈലി ഉടനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ദേ മാമ ഇതാണ് കടയുടെ ഓണർ എന്ന് പറഞ്ഞ് സുധിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അവരെ കാണുമ്പോൾ തന്നെ സുധി ശരിക്കും അങ്ങ് പേടിച്ചു പോയി. ഇവിടെ അല്ലേടാ പൈലി ജോലി ചെയ്തിരുന്നത് എന്നൊക്കെ ചോദിച്ച് അവരങ്ങ് ചൂടാവും. സുധി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോഴും എന്ത് ധൈര്യത്തിലാടാ നീയൊക്കെ എന്റെ അനിയന്റെ ദേഹത്ത് കൈവച്ചത് എന്നൊക്കെ ചോദിച്ച് അവരങ്ങ് ആക്രോശിച്ചു. സുധി വിറച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ ഞാനല്ല, എന്റെ അനിയനാണ് ഇവന്റെ മേത്ത് കൈവച്ചത് എന്ന് പറയും. അന്നേരം അവർ പറയുന്നത്, ആരായാലും ഒന്നു തന്നെയാണ്, അടിയും കൊണ്ട് അവന്റെ തല പൊട്ടി അവൻ ആശുപത്രിയിലായിരുന്നു, 5000 രൂപ ചെലവായിരിക്കുന്നു. പൈലി അവിടെ നിന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് സുധി ഓർക്കുന്നുണ്ട്. ഒരു ചെറിയ അടി കൊണ്ടിട്ട് അവൻ അങ്ങ് വീണതേ ഉള്ളൂ എന്ന് സുധി പറയുന്ന സമയത്തിന് പൈലിയുടെ കൂടെയുള്ള ആൾക്കാരൊന്നും വിട്ടുകൊടുത്തില്ല. അതെ 4-5 സ്റ്റിച്ചിൻ്റെടോ, എല്ലാം ഞങ്ങൾക്കറിയാമെന്ന് അവർ തട്ടിവിട്ടു. അത് പക്കാ തട്ടിപ്പാണെന്ന് സുധിക്ക് അന്നേരം മനസ്സിലായി. അവൻ നല്ല രീതിയിലല്ലേ അവിടെ നിന്ന് നടന്നു പോയത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിലുണ്ട് എന്നും പോലീസിൽ പരാതി നൽകിയിട്ടാണ് വന്നത് എന്നും അവർ പറഞ്ഞപ്പോൾ സുധി ആകെ പേടിച്ചുപോയി. ഇവൻ ഇത്ര പെട്ടെന്ന് ഒരടിക്ക് തന്നെ വീഴുന്ന ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് സുധി പുച്ഛത്തോടെ ചോദിച്ചു. മാമനപ്പോ പൈലിയെ അങ്ങ് ന്യായീകരിക്കാണ്. ഇവൻ കുഞ്ഞുങ്ങളുടെ മനസ്സാ, അതുകൊണ്ടാ അവൻ അന്ന് കരഞ്ഞത്. സുധി പുറകോട്ട് മാറുമ്പോൾ അവർ ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. ആശുപത്രി ചെലവ് 5000 രൂപയായി. ഇനി ഒരു മാസത്തെ ബെഡ് റെസ്റ്റ് ആണ് വേണ്ടത്. നല്ല ആഹാരം കഴിക്കണം. അതുകൊണ്ട് 50,000 രൂപ ഇപ്പൊ തന്നെ തന്ന കേസ് പിൻവലിക്കാം, ഇല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുപോയേണ്ടി വരും. സുധി അപേക്ഷിച്ചു പറയുന്നത്, സർ ഇതൊക്കെ ന്യായമാണോ? പക്ഷേ അവര് വിട്ടുകൊടുക്കുന്നില്ല. സച്ചി കറക്റ്റായിട്ട് തന്നെ മർമ്മം നോക്കി അടിച്ചത് കൊണ്ടാണ് താൻ വീണത് എന്ന് പൈലി തള്ളിപ്പറയുന്നുണ്ട്. പൈസ തരാൻ പറ്റില്ല എന്ന് സുധി ഉറപ്പിച്ചു പറഞ്ഞു. ഉടനെ തന്നെ അവർ ഇൻസ്പെക്ടറെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തു. അന്നേരം സുധി പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അയ്യോ എന്റെ കയ്യിൽ ഇപ്പൊ പൈസയൊന്നുമില്ല, പക്ഷേ ഇത്രയും വലിയ കടയിൽ നിന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവരൊന്നും വിശ്വസിച്ചില്ല. പൈസ ഇല്ലെങ്കിൽ വേണ്ട, ഇവിടെയുള്ള സാധനങ്ങൾ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ ഷെൽഫിൽ നിന്ന് കുറെ അധികം സാധനങ്ങൾ അങ്ങനെ വാരിയെടുത്ത് വാരിക്കൂട്ടി എടുക്കാൻ തുടങ്ങി. സാറേ ഇതൊക്കെ ഡീലർഷിപ്പ് ഉള്ളതാണ്, കമ്മീഷൻ കിട്ടാനുള്ളതാ, പ്ലീസ് എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് സുധി കാല് പിടിച്ചുവെങ്കിലും അവരതൊന്നും തന്നെ കേട്ടില്ല. അവർ നേരെ സാധനങ്ങളുമായി ഇറങ്ങിപ്പോകുമ്പോൾ സുധി പൈലിയോട് പറയുന്നത്, എടാ നീ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ ആ ഒരു പഴയ ഓണർമാരൊക്കെ ഓടിപ്പോയി എന്ന്. അവരൊക്കെ നിന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോയതായിരിക്കും. ഒരു ദിവസം കൊണ്ട് വലിയൊരു നഷ്ടമുണ്ടാക്കിയ വിഷമത്തിൽ നിൽക്കുമ്പോൾ സ്റ്റാഫിനോട് സുധി അങ്ങ് ചൂടാവാണ്. നിങ്ങൾക്ക് അവരെ ഒന്ന് തടഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അന്നേരം സ്റ്റാഫ് പറയുന്നത്, സാറേ അവന്മാരെ കണ്ടറിയില്ലേ, ഒന്നാം തര ഗുണ്ടകളാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാ. സുധി തന്റെ കട തകർന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ ആകങ്ങനെ വിഷമിച്ച് തളർന്നിരിക്കുകയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് രേവതിയുടെ അമ്മയുടെ പൂക്കടയായിരിക്കും. ദേവും അമ്മയും കൂടി ഇരുന്നിങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് പോവാൻ ഒരുങ്ങിയ ദേവുവിന്റെ തലയിൽ അമ്മ നിർബന്ധിച്ചുകൊണ്ട് തന്നെ പൂ വെച്ച് കെട്ടിക്കൊടുത്തു. ഐശ്വര്യമാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ ചെയ്തത്. ആ സമയത്തന്നെ അമ്പലത്തിൽ വന്ന ഒരു സ്ത്രീ ദേവുവിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നുണ്ട്. പഠിത്തവും ജോലിയും നോക്കുന്നതിനൊപ്പം അമ്മയെ സഹായിക്കുന്ന ആ ഒരു കുട്ടിയുടെ സ്വഭാവം അവർക്ക് വല്ലാതങ്ങ് ബോധിച്ചു. ഒരു കയ്യിൽ പുസ്തകവും മറ്റേ കയ്യിൽ പൂവുമായി നടക്കുന്ന ദേവുവിനെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ എന്നും പൈസയോ ജാതിയോ ഒന്നും ഒരു പ്രശ്നവുമല്ല, ഗുണമുള്ള പെണ്ണായാ മതിയെന്നും അവർ പറഞ്ഞു. നിങ്ങളുടെ മകളെ എന്റെ മകന് വേണ്ടിയിട്ട് ആലോചിച്ചോട്ടെ. അവർ പെട്ടെന്ന് ചോദിച്ചപ്പോൾ രേവതിയുടെ അമ്മ ഒന്നമ്പരന്നു. പെട്ടെന്ന് അമ്പലത്തിൽ മണി മുഴങ്ങുന്നത് ഒരു ശുഭലക്ഷണമായി അവർ കണ്ടു. നാളെ തന്നെ മകനുമായി വരാമെന്ന് പറഞ്ഞുവെങ്കിലും മകനോടും മരുമകളോടും ചോദിച്ചിട്ട് പറയാമെന്ന് ലക്ഷ്മിയമ്മ മറുപടി നൽകി. അമ്മക്ക് ആ ആലോചന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അമ്മ ഉടനെ തന്നെ രേവതിയെ വിളിച്ച് കാര്യം പറഞ്ഞു. രേവതിക്കും അത് കേട്ടപ്പോൾ സന്തോഷായി. ഉടനെ തന്നെ അവർ സച്ചിയുടെ ടാക്സി സ്റ്റാൻഡിലേക്ക് പോയിട്ട് വിവരം അറിയിച്ചു. സച്ചിയേട്ടാ, ദേവുവിനും നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്, പൈസയൊന്നും വേണ്ടാന്നാ അവര് പറയുന്നത്. രേവതി അങ്ങനെ പറഞ്ഞപ്പോൾ സച്ചി ആദ്യമൊന്ന് സന്തോഷിച്ചു. പക്ഷേ ദേവുവിന് പ്രായമായോ എന്നൊരു സംശയമാണ് സച്ചി ചോദിച്ചത്.
21 വയസ്സായില്ലേ, കല്യാണപ്രായമായല്ലോ എന്ന് രേവതി പറയുമ്പോൾ സച്ചിക്ക് അത് അത്ര അങ്ങ് രസിച്ചില്ല. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുൻപോട്ട് പോയാൽ മതി, ആരെയൊന്നും ഒരിക്കലും നിർബന്ധിക്കരുത് എന്ന് സച്ചി കർക്കശമായി തന്നെ പറഞ്ഞു. നമ്മുടെ കല്യാണം പോലെ ഇഷ്ടമില്ലാത്തതൊന്നും സംഭവിക്കരുത് എന്ന് സച്ചി ഓർമ്മിപ്പിച്ചപ്പോൾ, ഇപ്പോൾ നമ്മൾ സ്നേഹത്തോടെയല്ലേ കഴിയുന്നത്, അതുപോലെ ദേവുവിന്റെ കാര്യം ശരിയായിക്കോളും എന്ന് രേവതി വാദിച്ചു. കല്യാണം നടത്താൻ കയ്യിൽ കാശുണ്ടോ എന്നായി സച്ചിയുടെ അടുത്ത ചോദ്യം. അതിപ്പോ പെണ്ണ് കാണാനല്ലേ വന്നതുള്ളൂ, പൈസയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് രേവതി പറഞ്ഞപ്പോൾ സച്ചിക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. അവൾ എന്റെയും കൂടി അനിയത്തിയാണ്, അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നെ ചെയ്യുമെന്ന് സച്ചി പറഞ്ഞു. ഒടുവിൽ ആ കൂട്ടരോട് വന്ന് കാണാൻ തന്നെ സച്ചി സമ്മതം മൂളി. രേവതി വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ലക്ഷ്മിയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയാൻ നോക്കുകയാണ്. അങ്ങനെ തിരക്കിട്ട് ഓടി വന്ന രേവതി അമ്മയെ വിളിച്ചിട്ട് സച്ചിയേട്ടൻ സമ്മതിച്ച കാര്യം പറയുമ്പോൾ അപ്പുറത്ത് അമ്മയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. പക്ഷേ വീട്ടിലേക്ക് തിരിച്ചെത്തിയ ദേവുവിനോട് ഈ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ അവൾ ആദ്യമൊന്ന് പതറി. ഇപ്പൊ തന്നെ കല്യാണം വേണോ അമ്മേ, എനിക്കിനിയും പഠിക്കണം, ജോലിയിൽ നിന്നും ഒന്നുകൂടി പച്ച പിടിക്കണം എന്നൊക്കെ അവൾ പരിഭവം പറഞ്ഞുവെങ്കിലും രേവതി അവളെ ചേർത്തി പിടിച്ചു. ദേവു, സച്ചിയേട്ടൻ പറഞ്ഞത് നിന്റെ ഇഷ്ടം നോക്കിയാൽ മതി എന്നാണ്. പക്ഷേ വന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ എനിക്കും അമ്മക്കും തോന്നിയത് ഇത് നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കുടുംബമായിരിക്കുമെന്നാണ്. രേവതിയുടെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് മുന്നിൽ ദേവു പതുക്കെ അങ്ങ് വഴങ്ങിക്കൊടുത്തു. അടുത്ത ദിവസം വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കണ്ട ആ സ്ത്രീ മകൻ അർജുനുമായിട്ട് കടയിലേക്ക് വരികയാണ്. അർജുൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ കാണാൻ വളരെ ലളിതമായ ഒരു പയ്യൻ. ദേവുവിനെ കണ്ടപ്പോൾ തന്നെ അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം വന്നു. അവൾ ചായയുമായി വന്നപ്പോൾ അർജുൻ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, വിവാഹം കഴിഞ്ഞാലും ദേവുവിന് ജോലിക്ക് പോവാൻ താല്പര്യമുണ്ടോ എന്ന്. ദേവു ഉണ്ടെന്ന് മറുപടി നൽകിയപ്പോൾ അതാണ് എനിക്കും വേണ്ടത്, എന്റെ പങ്കാളി സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളായിരിക്കണമെന്ന് അർജുൻ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന സച്ചിയുടെയും രേവതിയുടെയും ഉള്ളം നിറച്ചു. അങ്ങനെ ആ ആലോചന അവരങ്ങ് ഉറപ്പിക്കാണ്. മറുഭാഗത്ത് സുധിയുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമായിരുന്നു. ഗുണ്ടകൾ കടയിലെ പകുതിയിലധികം സാധനങ്ങളൊക്കെ കൊണ്ടുപോയതോടുകൂടി തന്നെ അവൻ ആകെ തകർന്നു. പക്ഷേ പൈലിയുടെയും സംഘത്തിന്റെയും തട്ടിപ്പ് അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. 50,000 രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടും അവർ വീണ്ടും സുധിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി. പോലീസിലെ കംപ്ലൈന്റ് പിൻവലിക്കണമെങ്കിൽ ബാക്കി പണം കൂടെ വേണമെന്ന് പറഞ്ഞു. സുധി പേടിച്ചു വിറച്ച് സച്ചിയുടെ അടുത്തേക്ക് ഓടിയെത്താണ്. സച്ചി ആദ്യമൊന്ന് ദേഷ്യപ്പെട്ടുവെങ്കിലും തന്റെ കുടുംബത്തിലെ ഒരാൾ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് സഹിക്കാനാവാതെ അവൻ പൈലിയെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. സച്ചി പൈലിയെയും സംഘത്തെയും ഒരു പഴയ ഗോഡൌണിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് നടക്കുന്ന സംഘട്ടനത്തിൽ സച്ചി തന്റെ പഴയ വീര്യം പുറത്തെടുത്തു. പൈലിയുടെ കള്ളക്കളി സച്ചി അങ്ങ് പൊളിച്ചടുക്കി. പൈലിയുടെ തലയിലെ കെട്ട് വെറും അഭിനയമാണെന്നും അവനൊരു പരിക്കും പറ്റിയിട്ടില്ല എന്നും സച്ചി തെളിയിച്ചു. പേടിച്ചുപോയ പൈലിയും ഗുണ്ടകളും സുധിയുടെ കടയിൽ നിന്നും എടുത്ത സാധനങ്ങൾ തിരികെ നൽകാമെന്ന് ഏൽക്കുന്നു. സുധിക്ക് തന്റെ തെറ്റ് മനസ്സിലാവുകയും സച്ചിയോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്തിന് ദേവുവിന്റെയും അർജുന്റെയും വിവാഹ നിശ്ചയത്തിന് വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ കുതന്ത്രങ്ങൾക്കിടയിലും പൈലിയുടെ ചതികൾക്കിടയിലും ആ കുടുംബത്തിൽ ഒരു സന്തോഷത്തിന്റെ തിരുനാളം തെളിഞ്ഞു. പക്ഷേ ശ്രുതി തന്റെ അടുത്ത ലക്ഷ്യം സച്ചിയുടെയും രേവതിയുടെയും ബന്ധം തകർക്കുക എന്നാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആ നിശ്ചയത്തോടെയായിരിക്കും എന്തോ ഒരു ഗൂഢാലോചന നടത്തുന്നത്. അങ്ങനെ ഇനി വരാൻ പോകുന്നത് നല്ല ഒരു വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.